നമസ്കാരം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇപ്പോൾ നോക്കൗട്ട് ഘട്ടങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. എന്നാൽ ഈ ടൂർണമെൻറ്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെ ഇറാൻ പുറത്തായത് ഫുട്ബോൾ ചരിത്രത്തിലെ കൗതുകകരമായ നിമിഷങ്ങളിൽ ഒന്നായി മാറി. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച 3 മത്സരങ്ങളിലും ഇറാൻ സമനില വഴങ്ങുകയായിരുന്നു. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോട് 2-2 എന്ന സ്കോറിനും രണ്ടാമത്തെ മത്സരത്തിൽ ശക്തരായ ബെൽജിയത്തോട് ഗോൾ രഹിത സമനിലയും അവസാന മത്സരത്തിൽ ഈജിപ്തിനോട് 1-1 എന്ന സ്കോറിലുമാണ് ഇറാൻ കളി അവസാനിപ്പിക്കുന്നത്. തോൽവി അറിഞ്ഞില്ല എങ്കിലും 3 സമനിലകളിൽ നിന്ന് വെറും 3 പോയിന്റ് മാത്രമാണ് ഇറാന് നേടാനായത്. ഈജിപ്തിനെതിരെയുള്ള നിർണായകമായ അവസാന മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ ഇറാൻ 1 ഗോൾ നേടി വിജയം ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ മില്ലിമീറ്ററുകളുടെ വ്യത്യാസത്തിൽ അത് ഓഫ് സൈഡ് ആണെന്ന് വീഡിയോ അസിസ്റ്റന്റ് റഫറി അഥവാ വാർ കണ്ടെത്തിയതോടെ ആ ഗോൾ നിഷേധിക്കപ്പെടുകയും കളി സമനിലയിലാവുകയും ചെയ്തു. മികച്ച 3-ാം സ്ഥാനക്കാരായി അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള ഇറാൻ്റെ പ്രതീക്ഷകൾ അൾജീരിയ ഓസ്ട്രിയ മത്സരത്തിൻ്റെ ഫലത്തെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഈ മത്സരം നാടകീയമായി 3-3 സമനിലയിൽ അവസാനിച്ചതോടെ പോയിന്റ് നിലയിൽ പിന്നിലായ ഇറാൻ ലോകകപ്പിൽ നിന്ന് ദയനീയമായി പുറത്താകുകയായിരുന്നു. അൾജീരിയയും ഓസ്ട്രിയയും തമ്മിലുള്ള ഈ മത്സരമാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിലെ ചരിത്രത്തിൽ എക്കാലവും കറുത്ത അധ്യായമായി അവശേഷിക്കുന്ന ഒന്നാണ് 1982 ഡിസ്ഗ്രേസ് ഓഫ് ജിജോൺ അഥവാ ജിജോൺ നാണക്കേട്. അന്ന് പശ്ചിമ ജർമ്മനിയും ഓസ്ട്രിയയും തമ്മിൽ ഒത്തുകളിച്ചതിനെ തുടർന്ന് അൾജീരിയ എന്ന ആഫ്രിക്കൻ രാജ്യം ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ ചരിത്രം മറ്റൊരു രീതിയിൽ ആവർത്തിക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള കടുത്ത ഒത്തുകളി വിവാദങ്ങളാണ് ഇപ്പോൾ ഫിഫ ലോകകപ്പ് വേദികളിൽ നിന്നും ഉയരുന്നത്. കാൻസാസ് സിറ്റിയിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ അൾജീരിയയും ഓസ്ട്രിയയും 3-3 എന്ന സ്കോറിൽ സമനിലയിൽ പിരിഞ്ഞതിന് പിന്നാലെ അൾജീരിയൻ ക്യാപ്റ്റൻ റിയാദ് മെഹ്റസ് നടത്തിയ ചില തുറന്നു പറച്ചിലുകളാണ് ഈ വിവാദങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തിരികൊളുത്തിയിരിക്കുന്നത്. 2 ടീമുകളും അടുത്ത റൗണ്ട് ഓഫ് 32ലേക്ക് യോഗ്യത നേടിയ ഈ മത്സരഫലം ഏഷ്യൻ കരുത്തരായ ഇറാൻ്റെ പുറത്താക്കലിന് കാരണമായതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൻ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പ്രചരിക്കാൻ തുടങ്ങുന്നത്. അവസാന നിമിഷം വരെ ഉദ്വേഗം നിറഞ്ഞ മത്സരത്തിൽ 2-ാം പകുതിയിൽ നേടിയ 2 തകർപ്പൻ ഗോളുകളിലൂടെ റിയാദ് മെഹ്റസ് അൾജീരിയയ്ക്ക് വൻ മുൻതൂക്കം നൽകിയിരുന്നു. എന്നാൽ ഇഞ്ചുറി ടൈമിൽ ഓസ്ട്രിയൻ താരം സാസ കലാച്ചിച്ച് നേടിയ ഗോളിലൂടെ ഓസ്ട്രിയ മത്സരത്തിൽ സമനില പിടിച്ചെടുത്തു. ഇഞ്ചുറി ടൈമിൽ ഇരു ടീമുകളും ഗോളുകൾ നേടിയത് തങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് കളിച്ചതെന്നതിൻ്റെ തെളിവാണെന്ന് ഓസ്ട്രിയൻ പരിശീലകൻ റാൽഫ് റാഗ്നിക് വാദിക്കുന്നു. എങ്കിലും ഫുട്ബോൾ ലോകം അത് പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് മത്സരത്തിന് ശേഷം മെഹ്റസ് നടത്തിയ പ്രതികരണങ്ങൾ ഓസ്ട്രിയൻ കളിക്കാരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. മത്സരത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ കാര്യങ്ങൾ വളരെ വിചിത്രവും അസ്വാഭാവികവുമായി തോന്നിയിരുന്നുവെന്ന് മെഹ്റസ് തുറന്ന് സമ്മതിച്ചു. തങ്ങൾ വിങ്ങുകളിലൂടെ പന്തുമായി മുന്നേറുമ്പോൾ ഓസ്ട്രിയൻ പ്രതിരോധ നിര കാര്യമായ പ്രതിരോധം തീർക്കാതെ മാറി നിൽക്കുകയായിരുന്നു എന്ന രീതിയിലാണ് മെഹ്റസ് വിരൽ ചൂണ്ടിയത്. തൻ്റെ 2ാമത്തെ ഗോളിനെക്കുറിച്ച് സംസാരിക്കവേ കളിയിലെ സാഹചര്യം വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒന്നായിരുന്നുവെന്ന് മെഹ്റസ് പറഞ്ഞു. എന്നാൽ കളിയിലെ നിയമങ്ങളോടും ഫുട്ബോളിനോടും നീതി പുലർത്തേണ്ടിയിരുന്നതിനാൽ തനിക്ക് മുന്നിൽ വന്ന പന്ത് ഗോളാക്കി മാറ്റുകയല്ലാതെ മറ്റ് വഴികളില്ലായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കളി സമനിലയായതോടെ 2 ടീമുകൾക്കും അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടാനായി എന്നത് ഓസ്ട്രിയയ്ക്ക് ഗുണകരമായി എന്നും അതാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും മെഹ്റസ് പറഞ്ഞതോടെ ഒത്തുകളി ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിച്ചു. ഇറാൻ്റെ അടുത്ത റൗണ്ട് പ്രതീക്ഷകൾ ഈ മത്സരഫലത്തെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. ഓസ്ട്രിയ വിജയിച്ചിരുന്നുവെങ്കിൽ മികച്ച 3-ാം സ്ഥാനക്കാരായി ഇറാന് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാമായിരുന്നു. എന്നാൽ ഈ സമനിലയോടെ ഇറാൻ ലോകകപ്പിൽ നിന്ന് പുറത്താവുകയും അൾജീരിയയും ഓസ്ട്രിയയും കൈകോർത്ത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഈ മത്സരം ഫുട്ബോൾ പ്രേമികൾക്ക് 1982 ആ പഴയ കറുത്ത നാളുകളെയാണ് ഓർമ്മിപ്പിച്ചത്. അന്ന് അൾജീരിയയെ പുറത്താക്കാൻ ജർമ്മനിയും ഓസ്ട്രിയയും ഒത്തുകളിച്ചപ്പോൾ ഇന്ന് ഇറാൻ്റെ പുറത്താക്കലിന് കാരണമായത് അൾജീരിയയും ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരമാണ് എന്നത് കൗതുകകരമാണ്. ഈ വിഷയത്തിൽ ഫിഫ ഔദ്യോഗികമായി എന്തെങ്കിലും അന്വേഷണം പ്രഖ്യാപിക്കുമോ അതോ ഇതൊരു സാധാരണ മത്സരഫലമായി കണ്ട് തള്ളിക്കളയുമോ എന്നാണ് ഇപ്പോൾ കായിക ലോകം ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.